ഹലോ എവരി വൺ. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വഴിയാണ് ഇവിടെ കയറിയത്. അതിന്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോമൻക്ലേച്ചർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇതെല്ലാം പറഞ്ഞിരുന്നു. എന്താണ് ബ്രാഞ്ചിങ് ഗ്രൂപ്പായിട്ട് വരുന്നതിന് ബ്രാഞ്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താണ് പ്രീഫിക്സ് സെക്കൻഡറി ടെറിഷറി ഒന്നും അതിന് ഉപയോഗിക്കാറില്ല. ഐസോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഇൻ മൾട്ടി സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സ് the following rules may also be remembered. If there happens to be two chains of equal size, then the chain is to be selected which contains more number of side chains. അപ്പൊ നമുക്ക് രണ്ട് ഈക്വൽ സൈസ് ഉള്ള ചെയിൻ ഉണ്ടെങ്കിൽ അല്ലേ, രണ്ട് ഈക്വൽ സൈസ് ഉള്ള ചെയിൻ ഉണ്ടെങ്കിൽ ഏത് ചെയിനിലാണോ കൂടുതൽ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പ് ഉള്ളത് അല്ലെങ്കിൽ എന്താണ് അതിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആഫ്റ്റർ സെലക്ഷൻ ഓഫ് ദ ചെയിൻ, നമ്പറിംഗ് ഇസ് ടു ബി ഡൺ ഫ്രം ദി എൻഡ് ക്ലോസർ ടു ദി സബ്സ്റ്റിറ്റ്യൂന്റ്. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്ന എൻഡിലുള്ള സൈഡിൽ നിന്നുള്ള കാർബണിൽ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് ചെയിൻ ഉണ്ട്. ഇതേപോലെ ഒന്ന് ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയിൻ ഉണ്ട്, ഇങ്ങനെ ഒരു ചെയിനും ഉണ്ട്. രണ്ട് ചെയിനും 10 കാർബൺ ആണുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയിൻ നമ്മുടെ യെല്ലോ കളറിൽ ചെയിൻ എടുത്താൽ നമുക്ക് ഇവിടെ ഒറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പേ ഉള്ളൂ, ഒരു ഈഥൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷെ നമ്മൾ ഈ ബ്ലൂ കളർ എടുത്തേക്കുന്ന ചെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ചെയിനായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് മൊത്തത്തിൽ എന്താണ് ഒരു ബ്രാഞ്ച് ആയിട്ട് നമ്മൾ എടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ബ്രാഞ്ച് ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ ആ ബ്രാഞ്ചിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ബ്രാഞ്ചിന്റെ സെക്കൻഡ് കാർബണിലാണ് ഈഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പം അത് 2 ഈഥൈൽ ബ്യൂട്ടൈൽ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ആയിട്ട് മാറും. ഇത് 2 ഈഥൈൽ ബ്യൂട്ടൈൽ ഗ്രൂപ്പായി. അത് എവിടെയാണ് വരുന്നത്? നമ്മുടെ ഫിഫ്ത്ത് കാർബണിലാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചെയിനിന്റെ ഫിഫ്ത്ത് കാർബണാണ് അറ്റാച്ച് ചെയ്തത്. അപ്പൊ അതൊരു 5 ഈഥൈൽ 2 ബ്യൂട്ടൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് നെയിമിങ്ങിൽ അങ്ങനെ വരത്തുള്ളൂ. അതാണ് ഇവിടെ കാണിക്കുന്നത് 5 2 ഈഥൈൽ ബ്യൂട്ടൈൽ. പിന്നെ തേർഡ് പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പിന്റെ ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത്. അപ്പം ഈ എമ്മിനെക്കാളും മുമ്പ് വരുന്നതുകൊണ്ട് ഈ ഫസ്റ്റ് വന്നു. പിന്നെ 3 ഡൈ മീഥൈൽ ഡെക്കേറ്റ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ഞാൻ വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, അത് സൈക്കിൾ കോമ്പൗണ്ട്സ് നോക്കാം. A saturated monocyclic compound is named by prefixing cyclo to the corresponding straight chain alkene. അപ്പൊ നമുക്ക് സൈക്ലിക് കോമ്പൗണ്ട്സ് വരുമ്പോൾ എന്താണ്, നമുക്ക് എത്ര കാർബൺ ഉണ്ടോ ആ കാർബണിന്റെ പ്രീഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിന് മുമ്പ് സൈക്ലോ എന്ന് പറയുന്ന ഒരു പേരും കൂടെ നമ്മളിവിടെ ചേർക്കും. സൈക്ലിക് കോമ്പൗണ്ട്സ് നമ്മൾ അങ്ങനെയാണ് നെയിം ചെയ്യുന്നത്. ഇഫ് സൈഡ് ചെയിൻസ് ആർ പ്രസന്റ് then the rules given above are applied. അപ്പം സൈഡ് ചെയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് ചെയിൻ എന്താണ് ആൽക്കൈൽ ചെയിൻസിന് ഉപയോഗിച്ച പോലത്തെ റൂൾസ് നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂൻസ് അല്ലെങ്കിൽ ബ്രാഞ്ചസിന് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്ത് അങ്ങനെ എഴുതുന്നു. ഓക്കെ, ഇവിടെ നോക്കുക, എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. 5 കാർബൺ ഉള്ള സൈക്ലിക് കോമ്പൗണ്ട് നമ്മൾ സൈക്ലോ പെൻറ്റേൻ എന്നെടുക്കും. ഓക്കെ, പിന്നെ ഇവിടെ 6 കാർബൺ ഉള്ള സൈക്ലിക് കോമ്പൗണ്ട്. അതിനകത്ത് ബ്രാഞ്ചസ് വരുന്നത് 2% ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പം 1ലും 3ലും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ നമ്പർ ചെയ്താലും 1ലും 3ലും നമുക്ക് ബ്രാഞ്ചസ് വരാം. ഒന്നുകിൽ നമുക്ക് ഇവിടെ 1 എടുത്ത് ഇങ്ങോട്ട് 2 3 എടുത്ത് വരാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്പർ ചെയ്തേക്കുന്ന പോലെയും വരാം. പിന്നെ നമ്പറിൽ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ നമ്പർ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഫസ്റ്റ് പൊസിഷൻ നമ്മൾ മീഥൈലിന് കൊടുത്തു, തേർഡ് പൊസിഷൻ പ്രൊപ്പൈലിന് കൊടുത്തു, 1 മീഥൈൽ 3 പ്രൊപ്പൈൽ സൈക്ലോഹെക്സേന് നമ്മൾ എഴുതി. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഇവിടെ ഒരു എക്സ്ട്രാ റൂൾ, മോർ ബ്രാഞ്ച്ഡ് കാർബൺ ഗെറ്റ്സ് ലോവർ നമ്പർ. അത് നമ്മൾ മറ്റടുത്ത് പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ചസ് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ചെറിയ നമ്പർ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസിന് അസൈൻ ചെയ്യാൻ നമ്മൾ നോക്കും അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ ഉണ്ടോ? ഇവിടെ മൂന്നാമത്തെ കാർബണിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് മാത്രം. അപ്പൊ നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് ഉള്ള കാർബണിന് പ്രിഫറൻസ് കൊടുക്കും. അടുത്ത നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. A functional group as defined earlier is an atom or a group of atoms bonded together in a unique manner, which is usually the site of chemical reactivity in organic molecule. അല്ലേ, നമുക്ക് ഒരു മോളിക്യൂൾ മൊത്തത്തിൽ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ്. ഓക്കെ, കോമ്പൗണ്ട്സ് ഹാവിംഗ് ദി സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് അണ്ടർഗോ സിമിലർ റിയാക്ഷൻസ്. അല്ലേ, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ് സിമിലർ റിയാക്ഷൻസ് ആണ് നടക്കും. ഫോർ എക്സാമ്പിൾ CH3OH, CH3CH2OH, CH3 twice CH2OH. ഇതിനെല്ലാത്തിനും എന്താണ് OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആണുള്ളത്. ഇവരെല്ലാം നമ്മൾ സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവർ ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. ആൽക്കഹോൾസിന്റെ റിയാക്ഷൻ ആണ്. ദി പ്രസൻസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എനേബിൾ സിസ്റ്റമൈസേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻടു ഡിഫറെന്റ് ക്ലാസ്. ഇപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉള്ളതിനെ കോമ്പൗണ്ട്സ് നമുക്ക് വേറെ വേറെ ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ഓഫ് സം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വിത്ത് ദ പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് അലോങ് വിത്ത് സം എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് possessing these are given. അപ്പൊ നമുക്ക്
ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ടെന്നാണ് പറയാം. ഓക്കെ, വേറെ ആൽക്കൈൻസ് വരുന്നു, അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ല, അതിന്റെ സഫിക്സ് നമ്മൾ എ എൻ ചേർക്കുന്നു. ആൽക്കൈൻസിന് ഡബിൾ ബോണ്ട് വരും, ഇ എൻ ആണ് സഫിക്സ് വരുന്നത്. ആൽക്കൈൻസിന് ട്രിപ്പിൾ ബോണ്ട് വൈ എൻ ഇ. അലീൻസിന് അതിന് പ്രിഫിക്സും സഫിക്സും ഇല്ല. നമ്മൾ ബെൻസീൻ എന്താണ്, ആ കോമ്പൗണ്ടിന് നമുക്ക് IUPAC അക്സെപ്റ്റഡ് ആയിട്ടുള്ള നിയമമാണ്, അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഹാലൈറ്റ്സ് ക്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ഹാലോ ഉപയോഗിക്കുന്നു. ആൽക്കഹോൾസിന് ഹൈഡ്രോക്സി പ്രിഫിക്സ് ആയിട്ട് വരുന്നു, സഫിക്സ് ആയിട്ട് നമ്മൾ ഓൾ ഉപയോഗിക്കുന്നു. ആൽഡിഹൈഡ്സിന് CHO ഗ്രൂപ്പ് വരുന്നു, അതിന് പ്രിഫിക്സ് ആയിട്ട് ഫോർമൽ അല്ലെങ്കിൽ ഓക്സോ നമ്മൾ ഉപയോഗിക്കുന്നു, സഫിക്സ് ആയിട്ട് ആൽ ഉപയോഗിക്കുന്നു. കീറ്റോൺസ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ഓക്സോ ഉപയോഗിക്കുന്നു, സഫിക്സ് ആയിട്ട് ON ഉപയോഗിക്കുന്നു. നൈട്രൈൽസ് അല്ലെങ്കിൽ CN ഗ്രൂപ്പിന് നമ്മൾ സയനോ പ്രിഫിക്സ് നൈട്രൈൽ സഫിക്സ് ആയിട്ട് ഉപയോഗിക്കും. ഈതേഴ്സ് വരുന്നു, ഈതേഴ്സ് വരുമ്പോൾ നമ്മൾ അതിന് ആൽക്കോക്സിന് പ്രിഫിക്സ് കൊടുക്കുന്നു. കാർബോക്സിലിക് ആസിഡിന് കാർബോക്സി പ്രിഫിക്സ്, ഓയിക് ആസിഡ് സഫിക്സ്. ഇതേപോലെ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പിനും പ്രിഫിക്സും സഫിക്സും ഒക്കെ ഉണ്ട്. എപ്പോഴാണ് പ്രിഫിക്സും സഫിക്സും ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. എന്തിനാണ് പ്രിഫിക്സും സഫിക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ഫങ്ഷണൽ മോളിക്യൂൾ നമ്മൾ സഫിക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓപ്റ്റിമായിരിക്കും. The longest chain of carbon atoms containing the functional group is numbered in such a way that the functional group is attached to the carbon atom possessing the lowest possible number എന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത്, എന്നിട്ട് ഗ്രൂപ്പിന്റെ ലോങ്സ്റ്റ് നമ്പർ കിട്ടുന്ന രീതി നമ്മൾ ആ ചെയിൻ പറയുന്നത്. സഫിക്സ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഇസ് അറൈവ്ഡ്. നമ്മൾ ആ ടേബിളിൽ തന്നിരുന്ന സഫിക്സുകൾ ഉപയോഗിച്ച് നമ്മൾ നെയിം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ പറയാൻ പോകും. In the case of polyfunctional compounds, one of the groups is chosen as the principal functional group and the compound then ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നെയിം നമ്മൾ എടുക്കും, ഗ്രൂപ്പ് അതിന്റെ നമ്മൾ പ്രിഫിക്സ് നമ്മൾ നെയിമിങ്ങിൽ ചേർക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് എടുക്കുന്നത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്താ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രിഫറൻസിന് ഏതിനാണ് നമ്മൾ പ്രിൻസിപ്പൾ എടുക്കുന്നതിനുള്ള ഒരു പ്രിഫറൻസിന്റെ ഒരു ഓർഡർ, ആ ഓർഡർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഗ്രൂപ്പിനാണ് ഫസ്റ്റ്, പിന്നെ COCl, CONH2, നമുക്ക് ഒന്നിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ബാക്കി ഫങ്ഷണൽ ഗ്രൂപ്പിനെല്ലാം നമ്മൾ അതിന്റെ alkyl group C6H5 halogens, NO2 alkoxy etc. always substitute. ഇവരെല്ലാം വരുന്ന ആൾക്കാരല്ല, ഇല്ല. ആരൊക്കെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? കോമ്പൗണ്ട് കണ്ടെയ്നിങ് ബോത്ത് ആൻ ആൽക്കഹോൾ ആൻഡ് എ കീറ്റോ ഗ്രൂപ്പ്. ഇപ്പൊ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് ഒരു ആൽക്കഹോൾ കൂടി കീറ്റോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആരാണ് അടുത്ത് പ്രിൻസിപ്പൽ ആയിട്ട് ഈ ഓർഡർ നോക്കുകയാണെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പിനാണ് ആൽക്കഹോൾ ഗ്രൂപ്പിനേക്കാളും പ്രിഫറൻസ് കൂടിയാണ്. അപ്പൊ നമ്മൾ കീറ്റോൺ ഗ്രൂപ്പിന്റെ ON നമ്മുടെ സഫിക്സ് ആയിട്ട് നെയിമിംഗിൽ വരും. നമ്മുടെ OH എന്താണ് പ്രിഫിക്സ് ആയിട്ട് ഹൈഡ്രോക്സിലായിരിക്കും നമ്മുടെ പേര് വരുന്നത്, അതിന്റെ പേര് വരുന്നത്. അപ്പൊ അതിന്റെ പേര് എങ്ങനെ വരും നോക്കാം. അതിന്റെ പേര് വന്നൊക്കെ നോക്കും, ഹൈഡ്രോക്സി ആൽക്കനോ അല്ലേ. OH പ്രിഫിക്സ് ആയിട്ട് വന്നു, കീറ്റോണിന്റെ ON സഫിക്സ് ആയിട്ട് വന്നു. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ നെയിം ചെയ്യുക. നമുക്ക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, എടുത്ത് എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട്. അപ്പൊ നമ്പർ ചെയ്യുമ്പോൾ ഏതായിരിക്കും ആദ്യം ഏതാണ് നമുക്ക് പ്രിഫറൻസ് ഉള്ള ഗ്രൂപ്പ്? പ്രിഫറൻസ് ഉള്ള ഗ്രൂപ്പ് നമ്മുടെ കീറ്റോൺ ഗ്രൂപ്പാണ് ആൽക്കഹോളിനേക്കാൾ. നമുക്ക് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഉള്ളൂ അല്ലേ, കീറ്റോണും ആൽക്കഹോളും. പ്രിഫറൻസ് നമ്മൾ കീറ്റോണിന് കൊടുക്കുന്നു. അപ്പൊ ആ സൈഡിൽ അത് ഒന്നാണ്, അതിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, പിന്നെ ഇവിടെ 5 കാർബൺ ഉണ്ട്, 3 തൊട്ട് 7 വരെ ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ OH വന്നു. അപ്പൊ നമ്മളതിന്റെ പേര് എഴുതുമ്പോൾ എങ്ങനെ വരിക? നമ്മുടെ ലാസ്റ്റ് കാർബൺ ആണ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് 7 ഹൈഡ്രോക്സി, പിന്നെ ടോട്ടൽ ചെയിൻ ലെങ്ത് എത്ര? 7 ഉണ്ട്. അപ്പം H2ONe ഇങ്ങനെയല്ലേ വരിക. 7 ഹൈഡ്രോക്സി ഹെപ്റ്റോൺ, ഹെപ്റ്റാൻ 2 ആണ്. നമ്മൾ റൂട്ട് വേർഡ് എഴുതിയില്ല, മറന്നുപോയി. ഹെപ്റ്റാൻ 2 on അങ്ങനെയാണ് നമ്മൾ വരിക. ഓക്കെ, ഹൈഡ്രോക്സി ഹെപ്റ്റാൻ 2 on എന്നാണ് നമുക്ക് പേര് വരിക. ഓക്കെ, ഇഫ് മോർ ദാൻ വൺ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദി സെയിം ടൈപ്പ് ആർ പ്രസന്റ്, ഒരേ ടൈപ്പിലുള്ള ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ദർ നമ്പർ ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ആഡിങ് ഡൈ ട്രൈ എക്സെട്ര. അപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് നമ്മൾ ഡൈ ട്രൈ എന്നുള്ള അതിന്റെ കൂടെ ആഡ് ചെയ്യും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കൂടെ ബിഫോർ ദി ക്ലാസ് സഫിക്സ്. സഫിക്സ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഡൈ ട്രൈ എന്നുള്ള പേര് കൂടി ചേർക്കും. ഇൻ സച്ച് കേസസ് ദ ഫുൾ നെയിം ഓഫ് ദി പാരന്റ് ആൽക്കൈൻ ഇസ് റിട്ടൺ ബിഫോർ ദി ക്ലാസ്. അപ്പൊ അങ്ങനെ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ എന്താണ് നമ്മൾ
ആൽക്കൈൻ ചെയിനിന്റെ അതിന്റെ മൊത്തത്തിലുള്ള പേര് നമ്മൾ ആദ്യം എഴുതും, എന്നിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചേർക്കുക. അതിന്റെ എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ OH CH2 CH2 OH ഇല്ലേ, ഇതാണ് കൂടെ തന്നിട്ടുള്ള എക്സാമ്പിൾ. CH2 CH2 OH. അപ്പോൾ നമുക്ക് OH ഗ്രൂപ്പ് 2 വന്നിട്ടുണ്ട്. എങ്ങനെ നമ്പർ ചെയ്താലും സെയിം ആയിട്ടുള്ളതുകൊണ്ട് ഈ കേസിൽ നമ്മൾ ആദ്യം കാർബൺ ചെയിൻ അതാണ് എഴുതുന്നത്. പിന്നെ അതിന്റെ കൂടെ 1 2 ഡൈ സഫിക്സ് സഫിക്സ് ഓൾ ഗ്രൂപ്പ് നമ്മൾ ചേർക്കുന്നു. ഓക്കെ. However, the ending Ne of the parent alkane in the case of not one double or triple bond. അപ്പൊ നമുക്ക് ഈ പി പേരുള്ള Ne ഇത് നമ്മൾ കളയും. എങ്ങനെ? ഇപ്പോ നമ്മുടെ ചെയിനില് രണ്ടോ അതിലധികമോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിനകത്ത് ആ പേരിൽ നിന്ന് Ne നമുക്ക് ചേർക്കും, നമ്മൾ അതിനകത്ത് നിന്ന് കളയും. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ കോമ്പൗണ്ടിൽ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്യൂട്ടൈൻ 1,3 ഡൈ എന്ന് എഴുതേണ്ടതാണ്. പക്ഷെ നമ്മൾ ആ ബ്യൂട്ടൈന്റെ Ne കളഞ്ഞിട്ട് ബ്യൂട്ട 1,3 ഡൈ എന്നാണ് നമ്മൾ പേര് എഴുതി. ഓക്കെ. അടുത്ത നമുക്കിനി പറയാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സ്. For IUPAC nomenclature of substitute benzene compounds, the substituent is placed as prefix to the word benzene as shown in the following examples. അപ്പൊ അതിനകത്ത് നമുക്ക് ബെൻസീൻ കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ എന്താണ്? ബെൻസീൻ എന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് നെക്സ്റ്റ് ആയിട്ട് എഴുതുന്നു, എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ അവസാനം ബെൻസീൻ എന്നുള്ള വാക്കും ചേർക്കും. ഓക്കെ. ഇവിടെ നോക്കുക, നമ്മുടെ ബെൻസീൻ ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ എന്താണ് നമ്മൾ മീഥൈൽ ബെൻസീൻ എന്ന് എഴുതുന്നു. മാത്രമല്ല ടൊളുവിൻ എന്ന് നമ്മൾ പറയും. ടൊളുവിൻ എന്താണ്? ഒരു ആക്സെപ്റ്റഡ് നെയിമാണ്. അതേപോലെ ഒരു മിത്തോക്സി ഗ്രൂപ്പും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മിത്തോക്സി ബെൻസീൻ വന്നു. അനിസോൾ എന്ന പേരും അക്സെപ്റ്റഡ് ആണ്. അതേപോലെ NH2 ഗ്രൂപ്പ് എന്താണ്? അമിനോ ബെൻസീൻ ആണ്, പക്ഷെ അനിൽ എന്നുള്ള പേരും അക്സെപ്റ്റഡ് ആണ്. അതേപോലെ നൈട്രോ ബെൻസീൻ NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ബ്രോമോ ബെൻസീൻ. ഇങ്ങനെയാണ് ബെൻസീൻസിന്റെ പേര് നമ്മൾ നെയിമിങ് ചെയ്യുന്നത്. ഓക്കെ. If the benzene ring is disubstituted, the position of substituents is defined by numbering the carbon atoms of the ring such that the substituents are located at the lowest possible number. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ആ സബ്സ്റ്റിറ്റ്യൂൻസിന്റെ ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്തിട്ട് നമ്മൾ പേര് എഴുതുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിൽ ബ്രോമിനിൽ 2 ബ്രോമിൻ എന്താണ്? ബെൻസീനിൽ 2 ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്ത് വരും? ഒരേ ഗ്രൂപ്പ് ആയതുകൊണ്ട് 1 2 ഡൈ നമ്മൾ അവിടെ ചേർക്കുന്നു, ഡൈ ബ്രോമോ ബെൻസീൻ. ഓക്കെ. പിന്നെ ഇവിടെ നോക്കുക, 1ലും 3ലും 1 3 ഡൈ ബ്രോമോ, പിന്നെ 1ലും 4ലും. ഓക്കെ. ഈ 1 2 പൊസിഷൻ നമ്മൾ എന്താ ഓർത്തോ പൊസിഷൻ എന്നും വിളിക്കാറുണ്ട്. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കാറുണ്ട്. 1 3 പൊസിഷൻ നമ്മൾ എന്താണ്? മെറ്റാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് വിളിക്കാറുണ്ട്. ഇത് പാര 1 4 നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്. ഓക്കെ. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ ട്രിവിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ദി ടേംസ് ortho, meta and para are used as prefixes to indicate the relative position 1 2 1 3 and 1 4 respectively. Okay. Thus 1 3 dibromobenzene is named as meta dibromobenzene. 1 3 dibromobenzene നമുക്ക് meta dibromobenzene എന്ന് വിളിക്കാം. അതേപോലെ 1 2 നെ ortho dibromobenzene എന്ന് വിളിക്കാം. 1 4 നെ para dibromobenzene എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ ആ മെറ്റായ്ക്ക് നമ്മൾ ഷോർട്ട് ആയിട്ട് M എന്ന് ഇടാം, ഓർത്തോയ്ക്ക് ഷോർട്ട് ആയിട്ട് O എന്ന് ഇടാം, പാരയ്ക്ക് ഷോർട്ട് ആയിട്ട് P എന്നും ഇടാം. അതുകൂടെ പറയുന്നുണ്ട്. For tri or higher substituted benzene derivatives, ഇപ്പോൾ 3 അതിലധികമോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ബെൻസീൻസ് വന്നാൽ these prefixes cannot be used and the compounds are named by identifying substitute. അപ്പോൾ അതിൽ പോലും വന്നാൽ നമുക്ക് ഈ ഓർത്തോ മെറ്റാ പാര എന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് തന്നെ പ്രോപ്പർ ആയിട്ട് നമ്പർ ചെയ്തിട്ട് പേര് എഴുതണം. ഓക്കെ. കോമൺ നെയിം ഓഫ് ബെൻസീൻ ഡെറിവേറ്റീവ്സിന്റെ പേര് നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ആയിട്ടുള്ള ആളുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. Substitution of the base compound is assigned number 1, and then the direction of numbering is chosen such that the next substituent gets the lowest number. The substituents appear in the name in the alphabetical order.
അപ്പൊ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻസ്? ഇവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻസ്? നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്പർ ചെയ്തിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ പേര് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ രണ്ട് രീതിയിൽ നമ്പർ ചെയ്യാം. ഒന്ന് നമുക്ക് ഇതിന് 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്പർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രീൻ വെച്ച് നമ്പർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക? 1, 2, 4 വരിക. ഇനി അതല്ല, ഇത് കളഞ്ഞിട്ട് നമുക്ക് ഇതിൽ നമ്പർ ചെയ്ത് തുടങ്ങും. ഇപ്പൊ എന്ത് വരും? 1, 2, 3, 4, 5, 6 ഇങ്ങനെ വരാം അല്ലേ? ഇങ്ങനെ വരുമ്പോൾ എവിടേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് വരുന്നത്? 1ഉം 2ഉം 5ഉം ആണ് അല്ലേ? ഇനി അതുമല്ല, നമുക്ക് വേറെ രീതിയിൽ ഇടാം. ഇങ്ങനെയാണെങ്കിൽ നമ്പർ 1, 2, 3, 4, 5, 6 അങ്ങനെ എവിടെയൊക്കെ ആയിരുന്നു? ഇവിടെ 1ഉം 3ഉം 4ഉം അല്ലേ? അല്ലെ നമുക്ക് തിരിച്ച് നമ്പർ ചെയ്യാം. എങ്ങനെ? 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ചെയ്യാം അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റുഡന്റ് അവിടെ വരും 1, 4, 5 ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്പർ ചെയ്യാം. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷനാണ് എടുക്കുക? ഏറ്റവും നമുക്ക് ഇനി കൺഫ്യൂഷൻ ആണ് ഏതാണ് ലോസ് എന്ന് അറിഞ്ഞുകൂടെങ്കിൽ ജസ്റ്റ് നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുക. അപ്പൊ ഏറ്റവും ചെറുത് കിട്ടുന്നതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് 7, 8, 8, 10. ഇവിടെ ഏറ്റവും ചെറുത് വരുന്നതായി 7 വരുന്നതാണ്. 1, 2, 4 നമ്മൾ ആദ്യം ചെയ്തത് ഏത് നമ്പറിംഗ് ആണ്? 1 to 4 നമ്പറിംഗ് ഏതാണ്? ഇത് 1, 2, 3, 4, 5, 6 ഈ സിസ്റ്റത്തിൽ നമ്മൾ നമ്പർ ചെയ്താണ് ഏറ്റവും ലോവസ്റ്റ് വന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ പേര് എഴുതുന്നത് ആൽഫബറ്റിക്കൽ ഓർഡർ. ഇവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. ഒരു ക്ലോറോയും ഉണ്ട്, നൈട്രോയും ഉണ്ട്. ക്ലോറോ ആണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫസ്റ്റ് വരേണ്ടത്. അപ്പൊ അതിന് 1 ക്ലോറോ 2 4 ഡൈ നൈട്രോ ബെൻസീൻ നമ്മൾ പേര് എഴുതി. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ ഏറ്റവും ചെറിയ നമ്പറിംഗ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് തുടങ്ങാം. 1, 2, 3, 4, 5, 6 ബാക്കി ഇങ്ങനെ നമ്പർ ചെയ്താലും നമുക്ക് ഇതിൽ കൂടുതൽ നമ്പറിംഗ് പെർസെന്റേജ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും അതിൽ കൂടുതൽ എന്തായാലും കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പൊ ഇതായിരിക്കും നമുക്ക് വേണ്ട നമ്പറിംഗ്. ഇപ്പൊ നോക്കാം. ഇവിടെ നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പം ആൽഫബറ്റിക്കൽ ഓർഡർ എഴുതുമ്പോൾ ആദ്യം ക്ലോറോ ഗ്രൂപ്പ് വരും അല്ലേ? അപ്പൊ ആദ്യം 2 ക്ലോറോ, പിന്നെ മീഥൈലാണോ നൈട്രോ ആണോ? എം ആണ് പിന്നെ വരുന്നത്. എം കഴിഞ്ഞിട്ടാണ് എൻ. അപ്പൊ അത് കഴിയുമ്പോൾ 2 1 ക്ലോറോ ബെൻസീൻ അങ്ങനെ വരും. അതേപോലെ തന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മൾ നോക്കാം. ഇവിടെ നോക്കാം, മീതോക്സി ഗ്രൂപ്പ് വരുന്ന സ്ഥലം, ഈ കോമ്പൗണ്ട് നോക്കാം. ഇവിടെ നമ്പറിംഗ് ചെയ്യുന്ന ലോവസ്റ്റ് നമ്പറിംഗ് ഫസ്റ്റ് മീതോക്സി ഗ്രൂപ്പിന് വരുന്ന പോലെ എടുക്കുക അല്ലേ? ഇപ്പം കൂടെ എന്താണ് ഈ മിതോക്സി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബെൻസീൻ, അതിന് എന്താണ് ഇവിടെ നെയിമിങ്ങിൽ എന്താണ് അവർ മൊത്തത്തിൽ അനിസോൾ ആയിട്ടങ്ങ് എടുത്തു ഇല്ല. അപ്പൊ ആ മീതോക്സി നമ്മൾ ഈ പേരിൽ കൊടുക്കേണ്ടല്ലോ, ഓൾറെഡി നമ്മൾ അനിസോൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ക്ലോറോയും മീതയിലും. അപ്പൊ ക്ലോറോ ഫസ്റ്റ് 2 ക്ലോറോ 4 മീതയിൽ അനിസോൾ നമ്മൾ ഇടാം. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇത് എങ്ങനെ എടുത്തത്? കാരണം ഇവിടെ നമുക്ക് ഈ ഓർഡർ വെച്ചാണ് നമ്മൾ നെയിം ഏത് എടുക്കണം, പേര് എങ്ങനെ കൊടുക്കണം. അപ്പൊ നമുക്ക് ഏതൊരു ബെൻസിൽ തന്നെ ഏത് പേര് കൊടുക്കണം എന്നുള്ള ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ ഓർഡർ വെച്ച് നമ്മൾ പ്രയോറിറ്റൈസ് നമുക്ക് തീരുമാനിക്കും. ഓക്കെ, ഇവിടെ നോക്കാം. NH2 CH3 C2H5 മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ എന്താണ് അനിലിൻ എടുത്ത് വരും. അനിലിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് നെയിമിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മീതയിൽ ഗ്രൂപ്പ് ഉണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ മീതലിനേക്കാളും നേരത്തെ വരുന്നു. അപ്പൊ അതിന് ഫസ്റ്റ് 4 ഈതൽ 2 മീതൽ അനിലിൻ നമുക്ക് എഴുതി. അതേപോലെ തന്നെ OH ഗ്രൂപ്പ് വരുന്ന ബെൻസിൻ റിംഗ് എന്താണ് പേര്? ഫിനോൾ. അതാണ് അടുത്ത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് തേർഡ് പൊസിഷനിൽ ഫോർത്ത് പൊസിഷനിലാണ്. രണ്ടും ഒരേ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, മീതൽ ഗ്രൂപ്പ് ആണ്. 3 4 ഡൈമീതൽ ഫിനോൾ എന്ന് നമുക്ക് പേര് എഴുതാം.
ഈ പേരുകൾ എന്താണ് IUPAC അക്സെപ്റ്റഡ് ആയിട്ടുള്ള പേരുകളാണ്. അനിസോൾ, ആന്റിൻ, ഫീനോള്, ടോളുവിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. When a benzene ring is attached to an alkane with a functional group as substituent instead of a parent. ഇല്ല, ഇപ്പൊ നമുക്കൊരു ആൽക്കൈൽ ചെയിൻ ഉണ്ട്. ഒരു ആൽക്കൈൽ ചെയിനിലേക്ക് നമുക്കൊരു ബെൻസീൻ റിംഗ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബെൻസീൻ റിങ്ങിന് ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിന് നമ്മൾ പേരന്റ് ചെയിനായിട്ട് എടുക്കത്തില്ല. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്ട്രാ അപ്പൊ അങ്ങനെ ബെൻസീൻ റിംഗ് ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ബെൻസീൻ റിംഗിന്റെ കൊടുക്കുന്ന പേരാണ് എന്ത്? ഫിനൈൽ. ഓക്കെ, ഫിനൈൽ എന്ന പേര് നമ്മൾ അതിന് കൊടുക്കണം സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുമ്പോൾ. അതാണ് ഇവിടെ കാണിച്ചിരുന്നത്. നെയിം ഫോർ ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂവന്റ് ഇസ് ഫിനൈൽ. നമ്മൾ അതിനെ അബ്രിവേറ്റഡ് ആയിട്ട് PH എന്ന് കാണിക്കാറ്. ഓക്കെ, അപ്പം ബെൻസീൻ റിംഗ് ഒരു ആൽക്കൈൻ ചെയിനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഏത് ആൽക്കൈൻ ചെയിൻ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ആൽക്കൈൻ ചെയിൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആൽക്കൈൻ ചെയിനാണ് പേരന്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി അതല്ല, ഇനി ആൽക്കൈൻ ചെയിനും ബെൻസീനും മാത്രമാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മൾ ഏതിനാണ് ലെങ്ത് കൂടുതൽ അതിനായിരിക്കും നമ്മൾ പേരന്റ് ആയിട്ട് എടുക്കുക. ഇപ്പം ആറിൽ താഴെയാണ് ആൽക്കൈൻ ചെയിനിന്റെ ലെങ്ത് എങ്കിൽ നമ്മൾ എന്താണ് ആൽക്കൈൻ ചെയിനും പേരന്റ് ആയിട്ട് എടുക്കും. 6ന് മേലെയാണ് ആൽക്കൈൽ ചെയിൻ ലെങ്ത് എങ്കിൽ നമ്മൾ ആൽക്കൈൽ ചെയിനും പേരന്റ് ചെയ്യാനായിട്ട് എടുക്കും. അതിന് താഴെയാണെങ്കിൽ ബെൻസീൻ ആയിരിക്കും നമ്മൾ പേരന്റ് ചെയ്യാനായിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഡിഫറൻസ്. ജസ്റ്റ് കുറച്ച് ഈ പ്രോബ്ലം ജസ്റ്റ് ചെയ്ത് നോക്കാം. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഓർത്തോ ഈഥൈൽ അനിസോൾ. അനിസോൾ എന്താ നമുക്കറിയാം, മിത്തോക്സി ഗ്രൂപ്പ് വരുന്നു അല്ലേ? അതായത് നമ്മൾ വരയ്ക്കുക. ഇവിടെ ബെൻസീൻ റിംഗ് വരയ്ക്കുന്നു, മിത്തോക്സി ഗ്രൂപ്പ് OCH3 നമുക്ക് എഴുതാം. അതിന്റെ ഓർത്തോ പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് വരുന്നു. അപ്പൊ നമുക്ക് ഓർത്തോ പൊസിഷൻ ഇതാണ്. അവിടെ നമുക്ക് C2H5 എഴുതാം. അതാണ് നമ്മുടെ ആൻസർ. നോക്കുക. രണ്ടാമത്തത് പാരാനൈട്രോ അനിലീൻ. അപ്പൊ ആദ്യം നമ്മൾ അനിലീൻ വരയ്ക്കണം. അതേപോലെ അനിലീൻ വരയ്ക്കുന്നു. NH2 ഗ്രൂപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് അനിലീൻ വരച്ചു. എന്നിട്ട് അതിന്റെ പാരാ പൊസിഷൻ 1,4 പൊസിഷൻ. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് NH2 വന്നു. അപ്പൊ അതിന്റെ ഫോർത്ത് പൊസിഷൻ അവിടെ നമുക്ക് പാരാനൈട്രോ അനിലീൻ. ഓക്കെ, അതേപോലെ അടുത്ത നോക്കാം. 2,3 ഡൈബ്രോമോ 1 ഫീനൈൽ പെന്റെയിൻ. അപ്പൊ അത് നമുക്ക് പെന്റെയിൻ വരയ്ക്കും. 5 കാർബണുകൾ ചെയിൻ വരയ്ക്കാം. ആദ്യം 1, 2, 3, 4, 5. ഓക്കെ, പെന്റെയിൻ ജസ്റ്റ് സ്കെൽറ്റൽ റിംഗ് വരയ്ക്കുന്നു, സ്കെൽറ്റൽ ചെയിൻ വരയ്ക്കുന്നു. എന്നിട്ട് അതിനകത്ത് ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ഫിനൈൽ കൊടുക്കുന്നു അല്ലേ? അപ്പൊ ഫസ്റ്റ് കാർബൺ നമുക്ക് ഫിനൈൽ കൊടുക്കാം. ഓക്കെ, ഫിനൈൽ നമ്മൾ വരയ്ക്കും. എന്നിട്ട് സെക്കൻഡ് തേർഡ് കാർബണിൽ നമുക്ക് 2 ബ്രോമിൻ, ബാക്കി ഹൈഡ്രജൻ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കും അപ്പൊ അതിന്റെ സ്ട്രക്ചർ വരും. സോറി, ഇവിടെ തെറ്റിപ്പോയി. ഇത് ഫസ്റ്റ് കാർബൺ ആണ്, സെക്കൻഡും തേർഡും ആണ് പ്രശ്നത്തിലേക്ക്. അപ്പൊ ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഓക്കെ, അടുത്ത നാലാമത് നമുക്ക് തന്നിരിക്കുന്നത് 4 ഇഥൈൽ 1 ഫ്ലൂറോ 2 നൈട്രോ ബെൻസീൻ. അപ്പൊ ആദ്യം നമുക്ക് നൈട്രോ ബെൻസീൻ ആദ്യം വരയ്ക്കാം. നൈട്രോ ബെൻസീൻ, അപ്പൊ അത് സെക്കൻഡ് പൊസിഷനിലുള്ള കാർബൺ ആണ് 2 നൈട്രോ വന്നത്. അപ്പൊ 1 ഫ്ലൂറോ. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് ഫ്ലൂറോ ഫ്ലൂറോ. അപ്പൊ നമ്പറിങ് നമ്മൾ ഇവിടെ തുടങ്ങാം. ഇത് 1, 2, 3, 4. ഫോർത്ത് പൊസിഷനിൽ നമുക്കൊരു ഈഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അത് നമ്മളവിടെ വരയ്ക്കും. അങ്ങനെയാണ് സ്ട്രക്ചർ. കേട്ടോ, നമുക്ക് പേര് വന്നാൽ തിരിച്ച് സ്ട്രക്ചറും എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഐസോമറിസം. The phenomenon of existence of 2 or more compounds possessing the same molecular
ഫോർമുല ബട്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇസ് നോൺ ആസ് ഐസോമെറിസം അല്ലേ? എന്താണ് ഐസോമെറിസം? രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട്, അവർക്ക് ഒരേ ഫോർമുലയാണ്, കെമിക്കൽ ഫോർമുല രണ്ടുപേരുടെയും സെയിം ആണ്, മോളിക്കുലർ ഫോർമുല രണ്ടിന്റെയും സെയിം ആണ്, പക്ഷെ അവരുടെ പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഫിനോമിനെയാണ് നമ്മൾ ഐസോമേഴ്സ് വിളിക്കുന്നത്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നു. സച്ച് കോമ്പൗണ്ട്സ് ആർ കോൾഡ് ഐസോമേഴ്സ്. ദ ഫോളോയിങ് ഫ്ലോചാർട്ട് ഷോസ് ഡിഫറെന്റ് ടൈപ്സ് ടു ഐസോമേഴ്സ്. നമുക്ക് ഐസോമറിസം പല ടൈപ്സ് ഉണ്ട്. ആദ്യം നമുക്ക് സ്ട്രക്ചറൽ ഐസോമറിസം. കോമ്പൗണ്ട്സ് ഹാവിംഗ് ദി സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. അപ്പോൾ ഒരേ കെമിക്കൽ ഫോർമുലയുണ്ട്, പക്ഷെ വേറെ വേറെ സ്ട്രക്ചേഴ്സ് ഉള്ളത്, അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്ട്രക്ചറൽ ഐസോമേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ആദ്യം നമുക്ക് കാണിക്കാനുള്ളത് ചെയിൻ ഐസോമേഴ്സ് ആണ്. അപ്പൊ എന്താണ് ചെയിൻ ഐസോമേഴ്സ്? when two or more compounds have similar molecular formula but different carbon skeletons. ഒരേ മോളിക്കുലർ ഫോർമുലയും വേറെ വേറെ കാർബൺ സ്കെൽട്ടൺസ് ഉള്ളവരെയാണ് നമ്മൾ ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ചെയിൻ ഐസോമേഴ്സ് ആണ് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന് C5H12 ഉണ്ട്. C5H12 എന്താണ്? CnH2n+2 ഫോർമുല, ആൽക്കേന്റെ ഫോർമുലയാണ് അല്ലെ? ആൽക്കേൻസിന്റെ ഫോർമുലയാണ്. അപ്പം ഡബിൾ ബോൺസിലെ എല്ലാം സിംഗിൾ ബോൺസ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കണമെങ്കിൽ പെന്റൈന്റെ ഫോർമുല അതാണ്. അതേപോലെ തന്നെ ഐസോപെന്റൈന്റെ ഫോർമുലയും അത് തന്നെയാണ്. ഐസോപെന്റൈൻ ഇവിടെ വരച്ചേക്കുന്നത് തെറ്റാണ്. CH3 ഇതാണ് ഐസോപെന്റൈൻ. ഓക്കെ, ഐസോപെന്റൈനും പിന്നെ നിയോപെന്റൈൻ, ഇതിന് മൂന്നിനും എന്താണ്? C5H12 ഫോർമുല നമുക്ക് എല്ലാത്തിനും കോമൺ ആണ്, പക്ഷെ എല്ലാത്തിനും സ്ട്രക്ചേഴ്സ് വേറെയാണ്. നോർമൽ പെന്റൈൻ എന്താ? സ്ട്രേറ്റ് ചെയിൻ. ഐസോപെന്റൈൻ എന്താണ്? സെക്കൻഡ് കാർബൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നിയോപെന്റൈൻ എന്താണ്? ഇങ്ങനെയാണ് വരിക. അപ്പൊ എല്ലാത്തിന്റെയും സ്ട്രക്ചർ വേറെയാണ്, പക്ഷെ എല്ലാത്തിന്റെയും ഫോർമുല സെയിം ആണ്. അപ്പൊ അങ്ങനെ വരുന്ന ഐസോമറിസം, അതിനാണ് നമ്മൾ ചെയിൻ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ സ്ട്രക്ചറൽ ഐസോമറിസം ആണെന്ത്? പൊസിഷൻ ഐസോമറിസം. എന്താ? നമുക്ക് വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് വരുന്ന സാധനത്തിന്റെ പൊസിഷൻ മാത്രം വ്യത്യാസം, ബാക്കി സ്ട്രക്ചറും എല്ലാം സെയിം അല്ലേ? ഇപ്പം when two or more compounds differ in the position of a substituent atom or functional group on the carbon skeleton, they are called position isomers. സബ്സ്റ്റിറ്റ്യൂവന്റിന്റെയോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാത്രം വ്യത്യാസം വരുന്ന രണ്ട്. അപ്പൊ എന്താണ്? ഇവരുടെ കാർബൺ ചെയിൻ ഒക്കെ എന്തായിരിക്കും? എല്ലാത്തിനും സെയിം ആയിരിക്കും. ആകെ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെയോ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രം വ്യത്യാസം. അപ്പൊ അങ്ങനെയുള്ള ഐസോമേഴ്സിനെ നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് C3H8O ഇല്ലേ? രണ്ടിന്റെയും ഫോർമുല സെയിം ആണ്. നമുക്ക് പ്രൊപ്പൈൻ 1-ഓളിന്റെയും പ്രൊപ്പൈൻ 2-ഓളിന്റെയും ഫോർമുല എന്താണ്? C3H8O തന്നെ, പക്ഷെ അവിടെ OHന്റെ പൊസിഷൻ മാറി. പ്രൊപ്പൈൻ 1-ഓളിൽ ഫസ്റ്റ് കാർബണിലാണ് OH, പ്രൊപ്പൈൻ 2-ഓളിൽ സെക്കൻഡ് കാർബണിലാണ് OH ഇടുന്നത്. ഇത് ഒരു മിസ്റ്റേക്ക് ആണ്, ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പ്രൊപ്പൈൻ 2-ഓളും പ്രൊപ്പൈൻ 1-ഓളും. ഇവിടെ OH ഗ്രൂപ്പിന്റെ അറ്റാച്ച് ആയിരിക്കുന്ന കാർബൺ എന്താണ്? അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ മാറി. ഒന്നിൽ ഫസ്റ്റ് കാർബണിലും ഒന്നിൽ സെക്കൻഡ് കാർബണിലും. അപ്പൊ അങ്ങനെയുള്ള ഐസോമേഴ്സ് ആണ് പൊസിഷൻ ഐസോമേഴ്സ്. ഓക്കെ, മൂന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്. Two or more compounds having the same molecular formula but different functional groups are called functional isomers, and this phenomenon is termed as functional group isomers. അപ്പൊ എന്താണ്? ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ഫോർമുലയാണ്, പക്ഷെ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വ്യത്യാസമാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ തന്നേക്കുന്നതാണ് ഈ C3H6O. ഓക്കെ, ഇതിനെന്താണ്? ഇത് ഒരു ആൽഡിഹൈഡിനും കീറ്റോണും രണ്ടിനും എന്താണ്? 3 കാർബണുള്ള ആൽഡിഹൈഡിനും കീറ്റോണ് രണ്ടിനും ഈ ഫോർമുല എന്താണ്? നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാവുന്നതാണ്, പക്ഷെ രണ്ട് വേറെ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽഡിഹൈഡും കീറ്റോൺ. നോക്കാം, പ്രൊപ്പാൻ ഓണിനും പ്രൊപ്പാൻ 2-ഓണും പ്രൊപ്പനാലും രണ്ടും എന്താണ്? ഒരേ ഫോർമുല ഉള്ള ആൾക്കാരാണ്, പക്ഷെ അവരുടെ വേറെ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെ വരുന്നതിന് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് എന്ന് വിളിക്കും. നമുക്ക് ഇവിടെ തന്നേക്കുന്ന ഈ ചാർട്ട് എന്താണ്? നമുക്ക് ഐസോമേഴ്സിന്റെ ബ്രോഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. നോക്കുക, എന്താണ്? സ്ട്രക്ചറലും സ്റ്റീരിയോയും. സ്ട്രക്ചറൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയിൻ പറഞ്ഞു, പൊസിഷൻ പറഞ്ഞു, ഫങ്ഷണൽ ഗ്രൂപ്പ് പറഞ്ഞു, ഇനി മെറ്റാമേഴ്സ് അങ്ങോട്ട് പറയണം. സ്റ്റീരിയോയിൽ നമുക്ക് ജോമെട്രിക്കൽ ഐസോമേഴ്സും ഒപ്റ്റോക്കൽ ഐസോമേഴ്സും. ഓക്കെ, പിന്നെ എന്താണ് മെറ്റാമേഴ്സ്? നമുക്ക് സ്ട്രക്ചറൽ ഐസോമേഴ്സിൽ വരുന്ന ലാസ്റ്റ് ആണ് മെറ്റാമേഴ്സ്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഡിഫറെന്റ് chains on either side of the functional group in the molecule. So, ഒരു മോളിക്യൂൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലും വരുന്ന ആൽക്കൈൽ ചെയിനിന്റെ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നേക്കുന്നത് C4H10O. ഈ ഫോർമുല എന്താണ്? നമുക്ക് മിത്തോക്സി പ്രൊപ്പൈൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈത്തോക്സി ഈഥൈൻ എന്ന് എഴുതാം. രണ്ടിനും ഈ ഒരേ ഫോർമുലയാണ് വരുന്നത്. പക്ഷെ ഇവിടെ നോക്കാം, നമ്മുടെ ഓക്സിജന്റെ രണ്ട് സൈഡിലും വരുന്ന ചെയിന് വ്യത്യാസമാണ് അല്ലേ? ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്,
ഈ പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ രണ്ട് സൈഡിൽ ഈഥൈൽ ഗ്രൂപ്പാണ്. രണ്ടിനെയും ഫോർമുല സെയിം. അപ്പൊ അങ്ങനെയുള്ള ഐസോമേഴ്സ് ആണ് മെറ്റാമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ സ്ട്രക്ചർ ഐസോമേഴ്സ് എല്ലാം പറഞ്ഞു, ആദ്യം ചെയിൻ ഐസോമേഴ്സം പറഞ്ഞു, പിന്നെ പൊസിഷൻ ഐസോമേഴ്സം പറഞ്ഞു, പിന്നെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സം പറഞ്ഞു, ഇപ്പൊ മെറ്റാമേഴ്സം പറഞ്ഞു. ജോമെട്രിക് അടുത്ത പറയാനുള്ള സ്റ്റീരിയോ ഐസോമേഴ്സിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെ? നമ്മുടെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും ജോമെട്രിക്കൽ ഐസോമേഴ്സ്. ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്താ? നമ്മൾ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസമാണ്. എന്താണ്? നമുക്ക് സിസ്റ്റം ട്രാൻസ് ഐസോമേഴ്സം വരുന്നത് എന്താണ്? ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്. പിന്നെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് സ്റ്റേറ്റിനെ ഒരു മോളിക്യൂൾ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു അത് വെച്ച് നമുക്ക് ഡെക്സ്ട്രോ ആയിട്ടും ലീവോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഐസോമേഴ്സ് ആണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. നമുക്ക് സിസ് ട്രാൻസ് ഐസോമേഴ്സ് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഈ രണ്ട് കോമ്പൗണ്ട്സിനും ഒരേ ഫോർമുലയാണ്, പക്ഷേ ഒരെണ്ണത്തിൽ എന്താണ് രണ്ട് സൈഡിലും ബ്രോമിൻ ഉണ്ട്. ഒരു സൈഡിൽ തന്നെ വന്നു ബ്രോമിൻ വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഐസോമറെ നമ്മൾ വിളിക്കുന്നതാണ് സിസ് ഐസോമർ എന്ന് വിളിക്കുന്നത്. ഇതാണ് സിസ് ഐസോമർ, ഒരേ സൈഡിൽ വന്നു. ഇവിടെ ബ്രോമിൻ കണ്ടോ, രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. അപ്പൊ അങ്ങനെയുള്ള ഐസോമർ നമ്മൾ ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കുന്നു. ഇപ്പൊ റിലേറ്റീവ് പൊസിഷൻ വെച്ച് നമ്മൾ പറയുന്നതാണ് സിസ് ഐസോമേഴ്സും ട്രാൻസ് ഐസോമേഴ്സും. അപ്പം ജോമെട്രിക് ഐസോമേഴ്സും റിലേറ്റീവ് പൊസിഷൻ വെച്ച് നമ്മൾ പറയുന്നതാണ്. ഫോർമുലയും സ്ട്രക്ചറും എല്ലാം പൊസിഷൻ ഒക്കെ സെയിം ആണ്, ആകെ അറേഞ്ച്മെന്റ് ഉള്ള വ്യത്യാസം. അതാണ് ജോമെട്രിക് ഐസോമേഴ്സ്. പിന്നെ ഒപ്റ്റിക്കൽ ഐസോമർ ആണെങ്കിൽ ഒരേ ഫോർമുലയുള്ള കോമ്പൗണ്ട്, പക്ഷെ അതിനകത്ത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡെക്സ്ട്രോ എന്ന് വിളിക്കുന്നു, ഡെക്സ്ട്രോ ഐസോമർ എന്ന് വിളിക്കുന്നു. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ ആ പോളറൈസ്ഡ് ലൈറ്റിന്റെ അനോദിലൂടെ കടത്തി വിടുമ്പോൾ ആ ലൈറ്റ് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ? നമ്മളൊരു മോളിക്യൂൾ ഉണ്ട് നമ്മുടെ കയ്യിൽ, ആ മോളിക്യൂളിനകത്തുകൂടി നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വിടുന്നു. ആ ലൈറ്റിന് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന മോളിക്യൂൾ നമ്മൾ അതിനെ എന്താണ് ഡെക്സ്ട്രോ ഐസോമർ എന്ന് വിളിക്കുന്നു. ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ലീവോ ഐസോമർ എന്ന് വിളിക്കുന്നു. അപ്പൊ അതാണ് ഒപ്റ്റിക്കൽ ഐസോമർ. നമ്മൾ ഐസോമറിസം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമുക്ക് പറയാനുള്ളത് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. Okay. In an organic reaction, the organic molecule reacts with an appropriate attacking reagent and leads to the formation of one or more intermediate and final products. ഇല്ല, ഇപ്പൊ ഒരു ഓർഗാനിക് മോളിക്യൂൾ അറ്റാക്ക് റിയേജന്റ് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തൊരു ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് എത്തുന്നു, എന്നിട്ട് നമ്മൾ ഫൈനൽ പ്രൊഡക്ട്സ് തരുന്നു. അതാണ് സാധാരണ നടക്കുന്നത്. Substrate is that reactant which supplies carbon to the new bond and the other reactant is called reagent. സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കാർബൺ തരുന്ന ആളാണ്. അത് നമ്മുടെ ഓർഗാനിക് മോളിക്യൂൾ തന്നെയാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അറ്റാക്കിംഗ് റിയേജന്റ് ആണ്, അറ്റാക്കിംഗ് മോളിക്യൂൾ ആണ് എന്താ അവിടുത്തെ റിയേജന്റ് ആയിട്ട് പറയുന്നത്. If both the reactants supply carbon to the new bond, then choice is arbitrary, and in that case, the molecule on which attention is focused is called substrate. ഇപ്പൊ രണ്ട് മോളിക്യൂൾ നമ്മൾ സബ്സ്ട്രേറ്റും ഏജന്റും എന്ന് പറഞ്ഞ രണ്ട് മോളിക്യൂൾസ് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രണ്ട് മോളിക്യൂൾസ് നമ്മുടെ പുതിയ മോളിക്യൂളിന് കാർബൺസ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മോളിക്യൂളിനെയാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അറ്റൻഷൻ കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. In such a reaction, a covalent bond between two carbon atoms or a carbon and some other atom is broken and a new bond is formed. A sequential account of each step describing details of an electron movement, energetics during bond cleavage and bond formation, and the rates of transformation of reaction into products is referred to as reaction mechanism. ഇപ്പൊ എന്താണ് ഓരോ സ്റ്റെപ്പും എന്താണ് നടക്കുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യുന്നു. ഇലക്ട്രോൺസ് എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നു അല്ലെ, പിന്നെ ബോണ്ട് ക്ലീവേജിന്റെ എനർജിയും ബോണ്ട് ഫോർമേഷൻ എനർജിയും, പിന്നെ റിയാക്ഷന്റെ കൈനറ്റിക്സ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഓഫ് റിയാക്ഷൻ, ഇതിനെല്ലാം കൂടി നമ്മൾ നോക്കുന്നതിനാണ്. അതിനെല്ലാം കൂടി എല്ലാത്തിനെയും കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്നതാണ് എന്ത് റിയാക്ഷൻ മെക്കാനിസം നമ്മൾ പറയുന്നത്. ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുന്ന അതിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അറിയാമെങ്കിൽ നമുക്ക് അതിന് റിയാക്ഷൻ മെക്കാനിസം അറിയാമെന്ന് നമുക്ക് പറയാം. ഓക്കെ, the knowledge of reaction mechanism helps in understanding the reactivity of organic compounds and in planning strategy for their synthesis. In the following session, we shall learn some of the principles that explain how these reactions differ. അപ്പോൾ ഇനി കുറച്ച് റിയാക്ഷൻസിന്റെ റിയാക്ഷൻ മെക്കാനിസംസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഫിഷൻ ഓഫ് എ കോവാലന്റ് ബോണ്ട്.
A covalent bond can get cleaved either by heterolytic cleavage or homolytic cleavage. ഇപ്പൊ നമുക്കൊരു കാർബൺ കാർബൺ ബോണ്ട്, ഓക്കെ, അതൊരു കോവാലന്റ് ബോണ്ടാണ്. അപ്പൊ അതിന് രണ്ട് രീതിയിൽ ബോണ്ട് ക്ലീവ് ചെയ്യാം അല്ലെ. ഒരു ഹെട്രോലിറ്റിക് ക്ലീവേജ് ഉണ്ട്, ഹോമോലിറ്റിക് ക്ലീവേജ് ഉണ്ട്. അപ്പൊ തിങ്ക് ചെയ്യാം, നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പൊ കാർബൺ കാർബൺ ബോണ്ട് ഉണ്ട്. ഈ കാർബൺ കാർബൺ ബോണ്ട് ഈക്വൽ ആയിട്ട് എന്താണ് ബോണ്ട് നമ്മൾ മുറിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോൺസ് രണ്ടിന് ഈക്വൽ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു ബോണ്ട് 2 ഇലക്ട്രോൺ വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഓരോ കാർബൺ 1 ഇലക്ട്രോൺ വെച്ച് കിട്ടിക്കൊണ്ട് നമ്മൾ ഈക്വൽ ആയിട്ട് ഈ ബോണ്ട് ക്ലീവ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, വേറൊരു പോസിബിലിറ്റി എന്താ? അൺഈക്വൽ ആയിട്ടുള്ള ബോണ്ട് ബ്രേക്കിംഗ് അല്ലേ. ഈ 2 ഇലക്ട്രോണിനെ ബോണ്ടിൽ ഇലക്ട്രോൺ മൊത്തം ഒരു കാർബൺ വാങ്ങുന്നു. ഇപ്പൊ എന്താണ്, ഈ കാർബൺ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയി, ഈ കാർബൺ ഇലക്ട്രോൺ റിച്ച് ആയി. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ബോണ്ട് ക്ലീവേജ് അതിനെയാണ് നമ്മൾ ഹെട്രോലിറ്റിക് ക്ലീവേജ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. In heterolytic cleavage, the bond breaks in such a fashion that the shared pair of electrons remains with one of the fragments. അല്ലേ, shared pair of electrons ഏതെങ്കിലും ഒരു ഫ്രാഗ്മെന്റ് കൂടെ ആയിരിക്കും ഉള്ളത്, മറ്റേ ഫ്രാഗ്മെന്റ് കയ്യിൽ ഇലക്ട്രോൺസ് കാണത്തില്ല. After heterolysis, one atom has a sextet electron structure and a positive charge, and the other a balanced octet with at least one lone pair and a negative charge. അപ്പൊ എന്താണ് ഹെട്രോലിറ്റിക് ക്ലീവേജ് നടന്നാൽ ഒരു കാർബൺ എന്താണ് ഒരു ആറ്റത്തിന്റെ എന്നുവെച്ചാൽ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് കിട്ടാൻ ആറ്റം ഉണ്ടല്ലോ, ആ ആറ്റത്തിന് എന്താണ് അതിന് ചുറ്റും ഒരു സെക്ടർ, അല്ലെങ്കിൽ 6 ഇലക്ട്രോൺസും കാണും, ഒരു പോസിറ്റീവ് ചാർജും കാണും, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട്. ഇനി ഇലക്ട്രോൺസ് കിട്ടിയ ആറ്റത്തിന് എന്താണ് അതിന് ചുറ്റും ഒരു ഒക്ടറ്റും കാണും, അതിനൂടെ ഒരു ലോൺ പെയർ കാണും, അതിന് നെഗറ്റീവ് ചാർജും കാണും. അതാണ് ഇവിടെ പറയുന്നത്. നമുക്കിവിടെ ഒരു ബോണ്ട് ക്ലീവ് ചെയ്യുന്നത് CH3Br. ഇവിടെ സിയും കാർബണും ബ്രോമിനും തമ്മിലാണ് ബോണ്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ബ്രോമിൻ എന്താണ് ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എടുത്തുകൊണ്ട് പോയി. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എടുത്തുകൊണ്ട് പോയപ്പോൾ എന്താണ് ബ്രോമിൻ അതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് 8 ഇലക്ട്രോൺസ് ആയി അല്ലേ. ബ്രോമിനും കാർബണും ഓരോ ഇലക്ട്രോൺസ് എന്താണ് ഡൊണേറ്റ് ചെയ്തായിരുന്നു ഈ ബോണ്ട് ഫോം ചെയ്തിരുന്നു. ആ 2 ഇലക്ട്രോൺസ് കൂടെ ബ്രോമിൻ എടുത്തോണ്ട് ഇപ്പൊ ബ്രോമിന് 8 ഇലക്ട്രോൺസ് ആയി, അതിന് നെഗറ്റീവ് ചാർജും കിട്ടി. കാർബണിന്റെ ഇലക്ട്രോൺ കുറഞ്ഞു, അതിന് പോസിറ്റീവ് ചാർജും കിട്ടി. ഓക്കെ, a species having a carbon atom possessing sextet of electrons and a positive charge is called a carbocation. അപ്പൊ കാർബണിന്റെ ഇലക്ട്രോൺസ് പോയി, 6 ഇലക്ട്രോൺസ് ആണ് കാർബണിനുള്ളത്, അതിനൊരു പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബോകാറ്റൺ. അല്ലെങ്കിൽ നമുക്ക് ഈ കാർബൺ എന്ന് പറയുന്ന ഒരു കാർബോകാറ്റൺ ആണ്. ഏർലിയർ കോൾഡ് കാർബോണിയം അയോൺ. അപ്പൊ കാർബോണിയം അയോൺ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കേട്ടാലും കാർബോകാറ്റൺ എന്ന് പറഞ്ഞാലും ഒരേ സാധനമാണ് നമ്മൾ ആലോചിക്കുക. The CH3 plus ion is known as a methyl cation or methyl carbonium ion. Carbocations are classified as primary, secondary, or tertiary depending on whether 1, 2, or 3 carbons are directly attached to the positive charge carbon. അല്ലേ, അപ്പൊ നമുക്ക് ആലോചിക്കാം, ഇതൊരു കാർബോകാറ്റൺ ആണ്, ഇതൊരു കാർബോകാറ്റൺ. ഇതെന്താണ്, ഇതൊരു പ്രൈമറി കാർബോകാറ്റൺ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, CH3 CH2 പ്ലസ്, ഇതും ഒരു പ്രൈമറി കാർബോകാറ്റൺ. ഇതാണ് മിഥൈൽ കാർബോകാറ്റൺ, മിഥൈൽ കാർബൺ. ഓക്കെ, ഇതാണ് പ്രൈമറി കാർബോകാറ്റൺ. ഒരു മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബോകാറ്റൺ, അതാണ് പ്രൈമറി കാർബോകാറ്റൺ. അതേപോലെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡറി കാർബോകാറ്റൺ ആണ്. 3 എണ്ണം ഉണ്ടെങ്കിൽ, 3 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടെർഷറി കാർബോകാറ്റൺ ആണ്. ഓക്കെ, കാർബോകാറ്റൺസ് ആർ ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് റിയാക്റ്റീവ് സ്പീഷീസ്. ഇപ്പൊ കാർബോകാറ്റൺസ് തന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്, മാത്രമല്ല അവർ ഭയങ്കര റിയാക്റ്റീവ് ആണ്. Alkyl groups directly attached to the positively charged carbon stabilize the carbohydrates due to the inductive and hyperconjugation effects. ഇപ്പൊ എന്താണ് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, കാർബോകാറ്റണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണ് പോസിറ്റീവ് പ്ലസ് ഐ എഫക്ട് ഉള്ള, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് ഉള്ളവരാണ്. എന്നുവെച്ചാൽ ഇവർ ഷെയർ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാർ, ഇങ്ങോട്ട് ഇൻഡക്റ്റീവ് എഫക്ട് വെച്ചാൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യല്ല, പക്ഷെ ആ ആറ്റത്തിന് അടുത്തേക്ക് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്ട് എന്താണ്, ഈ കാർബോകാറ്റനെ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പൊ കാർബോകാറ്റൻ ചുറ്റും എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടോ
അത്രത്തോളം ഈ കാർബോകാറ്റോൺ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഇത് അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം ആൽക്കൈൽ ഗ്രൂപ്പിന് എണ്ണം കൂടുന്നതനുസരിച്ച് കാർബോകാറ്റോൺ കൂടുതൽ സ്റ്റേബിൾ ആവും. അപ്പൊ ടെർഷറി കാർബോകാറ്റോൺ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ആയിരിക്കും, അത് കഴിഞ്ഞ് പ്രൈമറി, അങ്ങനെ ആയിരിക്കും കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി വരിക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഒബ്സർവ്ഡ് ഓർഡർ ഓഫ് കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റീസ് ആദ്യം മിഥൈൽ, പിന്നെ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. ഇതാണ് കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി ഓർഡർ വരുന്നത്. ദീസ് കാർബോകാറ്റോൺ ഹാവ് trigonal planar shape with the positively charged carbon being sp2 hybridized. ഇവിടെ ഇപ്പൊ എന്താണ് ഈ കാർബോകാറ്റൈൻസിന് ട്രൈഗണൽ ഷേപ്പ് ആണ്, ട്രൈഗണൽ പ്ലാനർ ഷേപ്പ് ആണ് വിത്ത് പോസിറ്റീവ്ലി ചാർജ് കാർബൺ ബീങ് sp2 ഹൈബ്രിഡൈസ്ഡ്. പോസിറ്റീവ്ലി ചാർജ് ഉള്ള കാർബോകാറ്റോൺ എന്താണ് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, the shape of CH3 plus may be considered as being derived from the overlap of three equivalent sp2 hybridized orbitals with one s orbital of each of the three hydrogen atoms. അല്ലേ, അപ്പൊ നമുക്ക് കാർബൺ അറിയാം എന്താണ് 2s2p2 ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ വരും. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 2s1 2p3 വരും. അതിനകത്ത് ഒരു എസും രണ്ട് പിയും കൂടെ എന്താണ് ചേർന്ന് നമുക്ക് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ തരും. ആ കാർബണിന്റെ ഓരോ sp2 ഹൈബ്രിഡ് ഓർബിറ്റലും ഹൈഡ്രജന്റെ s ഓർബിറ്റലുമായിട്ട് ബോണ്ട് ചെയ്ത് CH3 പ്ലസിൽ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ആലോചിക്കാം, ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ s ഓർബിറ്റാന്ന് വിളിക്കുക. ഇപ്പൊ കാർബണിന്റെ ഹൈബ്രിഡ് sp2 ഓർബിറ്റലും ഹൈഡ്രജന്റെ s ഓർബിറ്റലും തമ്മിൽ ഇങ്ങനെയാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ കാർബോകാറ്റോൺ CH3 പ്ലസ് ആണ് നമുക്ക് വരച്ചത്. ഇപ്പൊ sp2 ഹൈബ്രിഡൈസ്ഡ് 3 sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റലും അത് ഹൈഡ്രജന്റെ s ഓർബിറ്റലുമായിട്ട് ബോണ്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ ജോമെട്രി എന്താണ്? ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ജോമെട്രി പറയുമ്പോൾ ട്രൈഗണൽ പ്ലാനർ ആണ് വരുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അവിടെ വരച്ചും കാണിച്ചു. The remaining carbon orbital is perpendicular to the molecular plane and contains no electrons. ബാക്കിയുള്ള കാർബൺ ഓർബിറ്റൽസ് എന്താണ്? വേക്കന്റ് ആണ്, ഇലക്ട്രോൺസ് ഇല്ല. അതിങ്ങനെ പ്ലെയിനിന്റെ മേലോട്ടും താഴോട്ടും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മേലോട്ട് താഴേക്കും നിൽക്കും. ഓക്കെ, ഇവിടെ sp2 ഹൈബ്രിഡൈസ് വരുമ്പോൾ തന്നെ ഒരു p ഓർബിറ്റിൽ ഫ്രീ ആയിട്ടുള്ള ആ p ഓർബിറ്റിലാണ് ഇവിടെ വരച്ച് കാണിച്ചേക്കുന്നത്. ഇവിടെ മോളിക്കുലർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ p ഓർബിറ്റിൽ നിൽക്കും. ഓക്കെ, ദി heterolytic cleavage can also give a species in which carbon gets the shared pair of electrons. For example, when group Z attached to the carbon leaves without electron pair, the methyl anion is formed. ഇപ്പൊ എന്താണ്? ഇപ്പൊ കാർബോകാറ്റോൺ ഉണ്ടാകുന്ന പോലെ കാർബോ ആനയോണും ഉണ്ടാവാം ഹെറ്ററോലിറ്റിക് ക്ലീവേജിലൂടെ. അതാണ് ഇവിടെ പറയുന്നത്. Z എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? കാർബൺ വാങ്ങുന്നു, Z എന്താണോ അതേപോലെ ഇവിടെ പ്ലസ് ചാർജുമായിട്ട് പോകുന്നു. അപ്പോൾ ഒരു കാർബോ ആനയോണും ഉണ്ടായി, കാർബോകാറ്റോൺ പോലെ ഒരു കാർബോ ആനയോണും ഉണ്ടായി, മിഥൈൽ ആനയോണും ഉണ്ടായി. ഓക്കെ, അത് നമ്മൾ കാർബോ ആനയോൺ തന്നെയാണ് വിളിക്കുന്നത്. കാർബൺ ആൻഡ് കാർബോ ആനയോൺ ഈസ് ജനറലി sp3 ഹൈബ്രിഡൈസ്ഡ്. അപ്പം എന്താണ് ഇവിടുത്തെ കാർബൺ എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാരണം എന്താണ്? ഇവിടെ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉള്ള പോലെ അതിന്റെ കൂടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാർബൺ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ ജോമെട്രിയിൽ വരുന്നു. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റോർട്ടഡ് ടെട്രാഹീഡ്രോൺ ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, ടെട്രാഹീഡ്രോൺ ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ലോൺ പെയർ പ്രൊപ്പോർഷൻ വരുന്നുണ്ട്, ഡിസ്റ്റോർട്ടഡ് ടെട്രാഹീഡ്രോൺ ആണ് വരുന്നത്. Carbanions are also unstable and reactive species. The organic reactions which proceed through heterolytic bond cleavage are called ionic or heteropolar or just polar reactions. ഇപ്പോൾ heterolytic cleavage വരുന്ന റിയാക്ഷൻസ് എന്താണ്? എല്ലാം പോളാർ റിയാക്ഷൻസ് അല്ലെങ്കിൽ heteropolar reactions അല്ലെങ്കിൽ ionic reactions എന്ന് നമുക്ക് പറയാം. In homolytic cleavage, ഇപ്പോൾ homolytic cleavage ഈക്വൽ ആയിട്ട് ബോണ്ട് ക്ലീവ് ചെയ്ത് പോകുന്നത്. One of the electrons of the shared pair is in a covalent bond goes with each of the bond atoms. അപ്പോൾ ബോണ്ട് ചെയ്തിരിക്കുന്ന രണ്ട് ആറ്റംസും ഓരോ ഇലക്ട്രോൺ വാങ്ങിക്കൊണ്ട് നമ്മൾ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. The movement of a single electron takes place instead of an electron pair. അപ്പോൾ ഇലക്ട്രോൺ പെയറിന്റെ മൂവ്മെന്റ് പകരം ഓരോ ഇലക്ട്രോൺസ് രണ്ട് സൈഡിലേക്കും പോകുന്നു. The single electron movement is shown by half-headed curved arrow. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. ഹാഫ് ഹെഡഡ് പെയർ ഇവിടെ ഒരു ഹോമോലിറ്റിക് ക്ലീവേജ് നടന്നു. ഹാഫ് ഹെഡഡ് ആരോ വെച്ച് നമ്മൾ ഇലക്ട്രോൺ മൂവ്മെന്റ് കാണിക്കും. Such cleavage results in the formation of a neutral species which contains an unpaired electrons. അപ്പൊ ഈ ക്ലീവേജിലൂടെ നമുക്ക് അൺപെയർ ഇലക്ട്രോൺസ് ഇല്ലാത്ത ന്യൂട്രൽ സ്പീഷീസ് ആണ് ഉണ്ടാകുന്നത്.
അപ്പൊ ഈ സ്പീഷീസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീ റാഡിക്കൽ. ലൈക്ക് കാർബോകാറ്റോൺസ് ആൻഡ് കാർബാനോൺസ്, ഫ്രീ റാഡിക്കൽസ് ആർ ഓൾസോ വെരി റിയാക്റ്റീവ്. ഫ്രീ റാഡിക്കൽസ് എന്താണ്? വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പൊ നമുക്ക് RX എന്താണ് ഇവിടെ ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിരുന്നു. ആൽക്കൈൽ ഹാലൈഡ് എന്താണ് ഹോമോളിറ്റിക് ക്ലീവേജ് വഴി 2 ഫ്രീ റാഡിക്കൽ ഉണ്ടായി. അപ്പൊ ഈ ആൽക്കൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ആൽക്കൈൽ റാഡിക്കൽസ് ആർ ക്ലാസിഫൈഡ് ആസ് പ്രൈമറി, സെക്കൻഡറി ഓർ ടെർഷറി. ഇപ്പൊ ഇവിടെ എന്താണ് ആൽക്കൈൽ റാഡിക്കൽസ് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആൽക്കൈൽ റാഡിക്കൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് as we proceed from primary to tertiary. ഇപ്പൊ ഇവിടെ എന്താണ് ഇവിടെയും ആൽക്കൈൽ റാഡിക്കൽ സ്റ്റെബിലിറ്റി, കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി പറഞ്ഞ പോലെ ടെർഷറിക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത്. പിന്നെ ഐസോപ്രോപ്പൈൽ അല്ലെങ്കിൽ സെക്കൻഡറി, എങ്കിൽ ഈഥൈൽ ഫ്രീ റാഡിക്കൽ, എങ്കിൽ പ്രൈമറി, അതുപോലെ മീഥൈൽ. ഓക്കെ. ഓർഗാനിക് റിയാക്ഷൻസ് വിച്ച് പ്രൊസീഡ് ബൈ ഹോമോളിറ്റിക് ഫിഷൻ ആർ കോൾഡ് ഫ്രീ റാഡിക്കൽ ഓർ ഹോമോപോളർ ഓർ നോൺ പോളർ റിയാക്ഷൻ. അപ്പൊ ഹോമോളിറ്റിക് ക്ലീവേജ് വഴി ഉണ്ടാകുന്ന റിയാക്ഷൻ അത് നമ്മൾ വിളിക്കുന്നതാണ് ഒന്നുകിൽ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻസ് എന്ന് പറയാം, ഈ ഹോമോപോളർ റിയാക്ഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ പോളർ റിയാക്ഷൻസ് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സബ്സ്ട്രേറ്റ് ആൻഡ് റിയേജന്റ് വെച്ച് പറയാം.